ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ ആത്മാവിന്റെ ശക്തി എൻ്റെ മേൽ നിറയപ്പെടുന്നു ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന അതേ അഭിഷേകം, പരിശുദ്ധ അമ്മ കടന്നു ചെന്ന എലിസബത്തിന്റെ വീട്ടിൽ നിറഞ്ഞു നിന്ന അതേ അഭിഷേകം, എലിസബത്തിന്റെ ഉദരത്തിലേക്ക് കുതിച്ചു ചാടപ്പെട്ട അതേ അഭിഷേകം ഇതെന്നിലും നിറയപ്പെടട്ടെ. അപ്പസ്തോലന്മാർ നിറഞ്ഞു നിന്ന അഭിഷേകം. ഒരുപക്ഷെ നീ ക്ഷീണിച്ചു നിൽക്കുന്ന വ്യക്തിയാവും, വിഷമിക്കേണ്ടെന്ന് നിന്റെ കൈകാലുകളിലേക്ക് കർത്താവ് നൽകുന്ന അഭിഷേകം ഉണ്ടല്ലോ, ഇത് അധികമായ അഭിഷേകമാണ്. അളവില്ലാതെ നൽകപ്പെടുന്ന സ്വർഗത്തിന്റെ ശക്തിയാണ്. ഇതൊരു പവറാണ് മക്കളെ. ഇത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം. നീ ആര് തന്നെയാണെങ്കിലും ഈ സ്വർഗത്തിന്റെ കാറ്റടിച്ചാൽ, സ്വർഗത്തിന്റെ തീ കത്തിയാൽ അന്തരീക്ഷം മാറാൻ തുടങ്ങും. നിന്റെ ജീവിതഗതികൾ മാറാൻ തുടങ്ങും. നിന്റെ ചിന്താഗതികൾ മാറാൻ തുടങ്ങും. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചോ. വിവാഹ ജീവിതത്തിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന സഹോദര, നീ ഭാരപ്പെടേണ്ടെന്ന്. നിന്റെ ബന്ധത്തെ പരിശുദ്ധാത്മാവ് നയിക്കും. വിശ്വസിച്ചോ, പരിശുദ്ധാത്മാവ് നയിക്കും. ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കും. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. യെസ്, ഇതെന്നിൽ സംഭവിക്കട്ടെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ ഇതെന്നിൽ സംഭവിക്കട്ടെ. മകളെ ഓർത്ത് കരയുന്ന അമ്മേ, അമ്മ വിഷമിക്കണ്ട കേട്ടോ. അമ്മയുടെ കണ്ണുനീരുതേ പരിശുദ്ധാത്മാവ് ഒപ്പി അത് ഉത്തരം നൽകുകയാണ്. വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. ഭാരപ്പെടണ്ടാന്ന് വിശ്വസിച്ചോളൂ. അനേക രോഗികൾ പരിശുദ്ധാത്മാവിന്റെ അനന്തമായ കൃപയാൽ സൗഖ്യം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അനേക മാനസിക ദുഃഖങ്ങളുള്ളവർ കർത്താവിന്റെ ശക്തി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ കൃപയാണത്. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച്, നാവ് തുറന്ന് വിളിച്ച് ദൈവമക്കളിലേക്ക് അഭിഷേകം വെളിപ്പെടുന്നു. തടസ്സങ്ങൾ മാറുന്നു, കെട്ടുകൾ അഴിയപ്പെടുന്നു. ഒരു പുതിയ അഭിഷേകം. ഓ ഹോളി സ്പിരിറ്റ്, ഇത് സംഭവിക്കട്ടെ. ആരാധന 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 ആരാധന. കർത്താവേ, ഇത് സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈകൾ കൂപ്പിക്കേ, കണ്ണടച്ചോളൂ. മറ്റൊന്നിനും വേണ്ടിയും പ്രാർത്ഥിക്കണ്ട. ഈ അഭിഷേകം ഈ 2026 മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ ഇതെൻ്റെ ഉള്ളിൽ ഉണ്ടാവണം, ആഗ്രഹിക്കണം. കൺഫ്യൂഷനൊക്കെ ഉള്ളവരുണ്ട്. ചില കാര്യങ്ങളിൽ വല്ലാണ്ട് സംശയം. എന്ത് പഠിക്കണം, എങ്ങനെ നീങ്ങണം, വിവാഹ കാര്യം, വീട്ടുകാര്യം, പല ബന്ധങ്ങൾ, പല അസ്വസ്ഥതകൾ. വിഷമിക്കണ്ട. പരിശുദ്ധാത്മാവ് നിന്റെ സംശയങ്ങളെ മാറ്റും. വിശ്വസിച്ചോളൂ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി കൃപകളാണ് പരിശുദ്ധ അൽത്താരിൽ നിന്ന് ഒഴുകപ്പെടുന്നത് കേട്ടോ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അനേകര് സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഇതെന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏറ്റെടുത്തോണം. സംശയിച്ച് നിൽക്കണ്ട. ഇതെന്നിൽ സംഭവിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയൊഴുകുന്നുണ്ട്. ചിലരുടെ ശരീരത്തിൻ്റെ ഭാരം കുറയുന്ന ഒരു അനുഭവം കർത്താവ് ഒരു തൂവലിൻ്റെത് പോലെ ലാഘവത ഇങ്ങനെ മൃദുവായ ഒരു അനുഭവം നൽകുന്നുണ്ടല്ലോ. അതെന്താണെന്നറിയോ? അതൊരു അടയാളമാണ്. പരിശുദ്ധാത്മാവ് നിന്നിൽ സ്പർശിക്കുന്നതിൻ്റെ അടയാളമാണ്. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് സഹോദരി, അത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് അത് വിശ്വസിച്ച് ഏറ്റെടുത്തോ. വിഷമിക്കേണ്ട. ഈ 2026 ഇതെന്നിൽ സംഭവിക്കണം. മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ കർത്താവ് എനിക്ക് വരുത്തും. ഞാനത് വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മ സ്വീകരിച്ച അതേ അഭിഷേകം എന്നിൽ ഇന്ന് ജ്വലിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, അവരുടെ ജീവിതം ഈ 2026 അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. ഒരു കാരണവശാലും ഒരു തിന്മയും ഇവരെ തൊടല്ലേ. ഇവരുടെ ആഗ്രഹങ്ങളിലും പ്രതീക്ഷകളിലും കർത്താവ് ഇടപെടണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു.
തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ചേർത്ത് പിടിച്ച കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് ഈ പോട്ട ആശ്രമത്തിൽ ആരെല്ലാം കടന്നു വരുന്നുണ്ടോ, ആരെല്ലാം ഈ മണ്ണിൽ കാല് ചവിട്ടുന്നുണ്ടോ, അവരിൽ കർത്താവെ കാണപ്പെടുന്ന ഒരു അടയാളം നൽകി അനുഗ്രഹിക്കണം, വിശ്വസിക്കണം, ആഗ്രഹിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൈകൾ കൂപ്പിക്കെ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണ് തുറന്ന് നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചേ, അൾത്താരയിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചേ, എന്നിട്ട് സ്വസ്ഥതയോടെ സന്തോഷത്തോടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾക്ക് ശരീരത്തിന് നമ്മൾ ഡിസിപ്ലിൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലരും ആരംഭിച്ചിട്ടുണ്ടല്ലോ അല്ലേ? 2026 ആരോഗ്യ സംരക്ഷണം നടത്തും. ചിലർ പറയും ജിമ്മിൽ പോകും, ഞാൻ ഭക്ഷണം നിയന്ത്രിക്കും, ഷുഗർ കട്ട്, പഞ്ചസാര വേണ്ട, റൈസ് വേണ്ട, ഈ വർഷം ഞാൻ വണ്ണം കുറയ്ക്കും. എത്ര തവണ വണ്ണം കുറച്ചതാ അല്ലേ? ഈ വർഷം ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, എൻ്റെ ശരീരം നോക്കാൻ നല്ലത് എന്തെങ്കിലും കാട്ടിക്കൂട്ട്. ഇങ്ങോട്ട് നോക്കിക്കേ. നിന്റെ ആത്മീയ ജീവിതത്തിൽ നിനക്കൊരു ഡിസിപ്ലിൻ വേണം. ആത്മീയ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ വേണം. എന്താണ് ഈ 2026 നിന്റെ ഉള്ളിലുള്ള ആത്മീയ ഡിസിപ്ലിൻ? നീ ചിന്തിച്ചു നോക്കണം. ഒരു ദിവസം ആരംഭിക്കത്തുമ്പോഴത്തോട് 24 മണിക്കൂർ ഒരാളുടെ കയ്യിലുണ്ട്. എത്ര മണിക്കൂർ? ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. നമുക്കുള്ളത് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂർ. അല്ലാതെ കുറച്ച് പേർക്ക് കൂടുതൽ, കുറച്ച് പേർക്ക് കുറവൊന്നുമല്ല. എല്ലാവർക്കും 24 മണിക്കൂർ കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നീ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? നിന്റെ പ്രയോറിറ്റി എന്തിനാണ്? ശ്രദ്ധിക്കണം. നീ ഏത് കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? അല്ലേ? ആവശ്യം, അനാവശ്യം, അത്യാവശ്യം. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് ആദ്യം പ്രയോറിറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മതി ആവശ്യം, അത് കഴിഞ്ഞിട്ട് അനാവശ്യം. നമ്മൾ എന്താ അതിന് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്? അനാവശ്യമുള്ളതാണ് അല്ലേ? അനാവശ്യമുള്ള കാര്യങ്ങൾക്ക് ചിന്തിച്ചു നോക്കൂ. ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് കരുതി അങ്ങനെ കൊന്ത എടുത്തു. അപ്പോൾ മനസ്സിലൊരു ചിന്ത, എന്നാൽ പിന്നെ വാട്സപ്പിൽ വലിയൊരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടോ നോക്കിയിട്ടൊരു കൊന്തയല്ല അല്ലേ? കൊന്ത മാറ്റി വെച്ചു, മൊബൈൽ ഫോൺ എടുത്തു. പിന്നെ എന്ത് സംഭവിക്കും? പറയാനുണ്ടോ കാര്യം? പിന്നെ കൊന്ത ഏത് വഴിക്ക് പോയി ആവോ? ചെയ്യേണ്ട കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കേണ്ടതിന് കൊടുക്കണം. പരിശുദ്ധ കുർബാന ഈ 2026 നീ തീരുമാനമെടുക്കണം. പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കും. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കണം. അപ്പൊ ചിലർ ചിന്തിക്കും, കുർബാനയ്ക്ക് രാവിലെ പോയാൽ ആ കാര്യം നടക്കിയാൽ, ഈ കാര്യം നടക്കിയാൽ, പലതും നടക്കിയല്ല. പക്ഷേ നീ ഒന്ന് പരിശുദ്ധ കുർബാനയ്ക്കൊന്ന് പോയി നോക്കിക്കേ, ബാക്കി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി നടന്നോളും. നമ്മൾ അതിന് നമ്മുടെ ടൈം ടേബിൾ, നമുക്കുള്ള സമയത്തെ നമ്മൾ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്വഭാവ രീതികളെ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കണം. ഇപ്പൊ കുടുംബ പ്രാർത്ഥന ഒട്ടുമുക്കാലും വീടുകളിൽ സംഭവിക്കുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താ സംഭവിക്കുന്നത്? ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? കുടുംബ പ്രാർത്ഥന. വേറെ എല്ലാം നമുക്കിപ്പോൾ അത്താഴം കഴിക്കാതെ കിടക്കാൻ പറ്റുമോ? വീട്ടിൽ ഭക്ഷണം അത്താഴം കഴിക്കാതെ കിടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം അത് ഉണ്ടാക്കി വെച്ചിരിക്കുവാണ്, നമ്മളത് കഴിക്കും. എത്ര വൈകിട്ടാണെങ്കിലും നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാലും നമ്മൾ അത്താഴം കഴിച്ചിട്ട് കിടക്കും. നല്ല കാര്യം. എന്നാൽ പ്രാർത്ഥനയോ? ആ സമയമാകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ എവിടുന്നെങ്കിലും ഏതെങ്കിലും കുട്ടി പിശാച് കയറി വരും, പലതരത്തിൽ വന്ന് നമ്മളെ പീഡിപ്പിക്കും. ആ സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞതുപോലെ, എൻ്റെ അച്ഛാ, എൻ്റെ മകള് കാര്യം മിടിക്കുക, എനിക്ക് അവളെ വലിയ സ്നേഹം, പക്ഷെ കുടുംബ പ്രാർത്ഥനയുടെ സമയമാകുമ്പോഴേക്ക് അവൾക്ക് പിശാച് കയറിയ പോലെയാണ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ അവൾ പറയും, ഞാൻ ഇപ്പം കുളിച്ചിട്ട് വരാമെന്ന്. കുളിക്കാൻ പോയ അവൾ പിന്നെ കാണാനില്ല. ഇല്ലെങ്കിൽ പറയും, മമ്മി എനിക്ക് ഹോംവർക്ക് ഉണ്ട്, ഞാൻ ടയേർഡാണ്. ഈ ഹോംവർക്ക് ഉണ്ടെന്ന് പറയുന്ന ആൾ രാത്രി 2 മണി വരെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടുകൊണ്ടിരിക്കും, ഒരു ക്ഷീണവും ഇല്ല. അതെന്താ അങ്ങനെ? ഇനിയിപ്പം നിങ്ങൾ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല മക്കളെ, ഇന്ന് നമ്മൾ 8 മണിക്ക് പ്രാർത്ഥിക്കും എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ദാണ്ടെ ഒരിക്കലും വരാത്ത ഒരു ഗസ്റ്റ്, ഒരു അതിഥി എവിടുന്നെങ്കിലും കയറി വരും. കണ്ടിട്ടില്ലേ? അതങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ ഉള്ള? അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ആ ഗസ്റ്റിനോട് പറയണം, ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇത് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയമാണ്, ഒന്നില്ല കുടുംബ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുക, ഇല്ലെങ്കിൽ പുറത്തിരുന്നോ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ പറയാൻ പഠിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റി
നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം. ഈ പരിശുദ്ധാത്മാവിനെ ഈ 2026 നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ 24 മണിക്കൂറുള്ള നമ്മുടെ സമയത്തെ ക്രമീകരിക്കണം. നമ്മൾ ആത്മീയമായിട്ട് ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തയോടെ പെരുമാറാമോ ആ കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തയോടെ പെരുമാറണം. സ്വരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, വിഷമം ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾക്ക് വിഷമം ഉണ്ടായാലും എനിക്ക് വിഷമമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നമ്മൾ ചെയ്യണമെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. ഒരു ദിവസത്തിൽ തീരുമാനമെടുക്കണം. വിശുദ്ധ ഗ്രന്ഥം വചനം വായിക്കും, വചനം പഠിക്കും. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞ ധ്യാനത്തിന് വന്നതാ, അച്ഛാ എനിക്ക് വട്ടായിൽ അച്ഛൻ്റെ പ്രസംഗം കേൾക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു നല്ല കാര്യമല്ല. ഇപ്പം എന്താ കുഴപ്പം ചേച്ചി? എൻ്റെ അച്ഛ മൊബൈൽ ഫോൺ എടുക്കും, വട്ടായിലച്ചൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ അടിച്ച് വട്ടായിലച്ചൻ്റെ പ്രസംഗവും വരും. ഞാൻ പറഞ്ഞു നല്ല കാര്യം, പിന്നെന്താ കുഴപ്പം, കേൾക്കൂ. അല്ലച്ചാ, ഈ വട്ടായിലച്ചൻ്റെ പ്രസംഗം യൂട്യൂബിൽ വരുമ്പോഴേ അതിൻ്റെ താഴത്തും മുകളിലുമായിട്ട് വേറെ കുറേ സാധനങ്ങൾ വരും. ഞാൻ പറഞ്ഞു വരും, അങ്ങനെയാണല്ലോ, പല പല തമ്പിനയിലും വരും പലതരത്തിലുള്ള സാധനം. അപ്പം നമുക്ക് അങ്ങോട്ട് നോക്കാൻ ആകർഷണമൊക്കെ തോന്നും. അച്ഛാ ഞാനപ്പോൾ ഉണ്ടല്ലോ വട്ടായിലച്ചൻ്റെ പ്രസംഗം കേൾക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതിന് തൊട്ട് മുമ്പ് ഒരു ഇച്ചിരി വേറെ എന്തെങ്കിലും കേട്ടേക്കാമല്ലോ എന്നോർത്ത് ഞാൻ ആ മുകളിൽ ഇങ്ങനെ ഞെക്കും. അപ്പോൾ അച്ഛാ അത് വേറെ സ്ഥലത്തോട്ട് പോകും. പിന്നെ ഞാൻ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ സ്ഥലത്തോട്ട് പോകും. അച്ഛാ കുറേ നാളായി ഇതുവരെയായിട്ടും വട്ടായിലച്ചൻ്റെ പ്രസംഗം കേൾക്കാൻ പറ്റിയിട്ടില്ല. എന്ന് മനസ്സിലായി? നീ വട്ടായിലച്ചൻ്റെ പ്രസംഗം കേൾക്കാൻ ആഗ്രഹിച്ചെങ്കിൽ വട്ടായിലച്ചൻ്റെ പ്രസംഗം കേൾക്കണം. അപ്പോൾ ഒരു കാര്യം നമ്മളൊരു തീരുമാനമെടുത്താൽ അത് ചെയ്യണമെന്ന്. ജപമാല ചൊല്ലാൻ തീരുമാനിക്കുന്നാൽ ജപമാല ചൊല്ലണം. വചനം വായിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വചന വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ വേണം. ഇതില്ലെങ്കിൽ എന്ത് പറ്റും? ആഗ്രഹമൊക്കെ ഉണ്ട്, ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ദാണ്ടെ ഇതെല്ലാം കൂടെ തലയും കുത്തി കിടക്കുന്നു. പിന്നെ നമ്മൾ മാറിയിരുന്ന് സങ്കടപ്പെടുമോ, ഒന്നും ശരിയായില്ലല്ലോ, ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ. അതായത് നമ്മുടെ ഒരു പ്രത്യേകത എന്തെന്നറിയോ, നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോഴുള്ളതും രണ്ട് രീതികളാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആവേശമുണ്ട്, അത് കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് വലിയൊരു ആവേശമാണ്. പക്ഷേ ഇത് കഴിയുമ്പോൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ നിയന്ത്രണം തന്നെ പോകും. ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെ നിന്ന് യെസ് പരിശുദ്ധാത്മാവ് ഡിനാമിസ്, യെസ് പരിശുദ്ധാത്മാവേ ശക്തി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കാണാൻ പോകുന്നത് എന്നതായിരിക്കും? വീട്ടിലോട്ടെ ചെല്ലുമ്പോൾ കാണാൻ പോകുന്നത് എന്തായിരിക്കും? യെസ്, എൻ്റെ വീട്ടിൽ ഇതാ ശക്തമായ വെളിച്ചം, എല്ലാവരും പ്രഭാപൂർണരായിരിക്കുന്നു. ആണോ? നിങ്ങൾ ഇന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കാണാൻ പോകുന്ന കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് കാലേന്നിങ്ങനെ ചൊറിഞ്ഞു വരിക അല്ലേ? കാരണം വീട്ടിൽ നിന്ന് രാവിലെ പോന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയല്ല പകൽ സമയത്ത് വീട്ടിലുള്ള അംഗങ്ങൾ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ റോട്ടി കിടപ്പുണ്ടാവും ചേച്ചി. ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആണോ? അല്ലെന്ന്. ഇത് കാണുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ ചൊറിഞ്ഞു വരും, അസ്വസ്ഥത വരും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ തനി സ്വഭാവം എടുക്കും. ഇങ്ങോട്ട് നോക്കിക്കേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ചിന്തകളിലും ധാരണകളിലും മാറ്റം വരണം. ആ വ്യക്തിയുടെ സ്വഭാവ രീതികളിൽ, ആ വ്യക്തി കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ ഈ ഡുനാമിസ് പരിശുദ്ധാത്മാ പ്രവർത്തിക്കണം. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഇടയ്ക്ക് പറയുന്നൊരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളന്മാലച്ചൻ്റെ അണക്കര ധ്യാന മന്ദിരത്തിൽ ഒരു ധ്യാനം കൂടി പുറത്തോട്ട് വന്നു. എല്ലാവരും നല്ല പവർഫുള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു ബസ്സേ കയറി കട്ടപ്പനയ്ക്കോ ഇങ്ങാണ്ട് പോരണമല്ലോ. അപ്പോൾ ബസ്സിൽ മുഴുവൻ ഇരിക്കുന്ന ഒരു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, എല്ലാവരും തീ കത്തുന്ന അഭിഷേകത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ഈ മൊബൈൽ ഫോണൊക്കെ അവിടെ മേടിച്ച് വെക്കുമല്ലോ, അവസാനത്തെ സമയത്തെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ മൊബൈലൊക്കെ കിട്ടി ബസ്സിൽ ഇരുന്നുകൊണ്ട് എല്ലാവരും ഫോൺ വിളിയൊക്കെ തുടങ്ങി. എൻ്റെ തൊട്ട് മുമ്പിലിരിക്കുന്നൊരു ചേച്ചി, അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നൊരു ചേച്ചി ഉണ്ടല്ലോ, മൊബൈൽ എടുത്തിട്ട് ഫോൺ വിളിക്കുക. സത്യത്തിൽ ആ ചേച്ചി മൊബൈൽ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം അതുപോലെ തൊച്ചയാണ്. ചിലരെ കണ്ടിട്ടില്ലേ, സ്ഥലകാല ബോധം ഒന്നുമില്ല. ഒരു ബസ്സാണെന്നോ ഇത്ര മനുഷ്യരാണെന്നോ ഒരു ചിന്തയില്ല. ഫോൺ എടുത്തിട്ട് ഫോൺ വിളിക്കുവാണ്. മകളെയാണ് വിളിക്കുന്നത്. എടീ എന്നാ ഉണ്ടടി വിശേഷം? ഓ എടി ഇതാടി ധ്യാനം. ഓ അയ്യോ ചുട്ട കോഴിനെ പറപ്പിക്കുന്ന അച്ഛനാടി. ഡൊമിനിക് അച്ഛനെ കുറിച്ച് മകളോട് പറഞ്ഞു കൊടുക്കുക. എടി ഇതാണ് ധ്യാനം. ഓ ഇത് കൂടണോടി.
മകളെ പറഞ്ഞ് നല്ല നല്ല രീതിയിൽ പറഞ്ഞ് അഭിഷേകത്തോടു കൂടെ കൊടുക്കുക. അതിങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എടി പിന്നെ ഉണ്ടല്ലോ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അൽഫോൻസാമ തരാനുള്ള പൈസ തന്നോടിയേ. അപ്പം മകൾ അവിടെ നിന്നെങ്ങാണ്ട് തന്നില്ലെന്നെങ്ങാണ്ട് ഒരു ഉത്തരം. അതെ, അവളോട് പറഞ്ഞേക്ക് ഞാനിന്ന് വൈകുന്നേരം അങ്ങോട്ട് എത്തും, ധ്യാനം കൂടിയതാണെന്ന് ഞാനങ്ങ് മറക്കും. ധ്യാനം കൂടിയതാണെന്ന് ഞാനങ്ങ് മറക്കും. ധ്യാനം കൊള്ളാം, പള്ളി കൊള്ളാം, പ്രാർത്ഥന കൊള്ളാം, ഇതൊക്കെ കൊള്ളാം, ഈ ധ്യാനം കൂടിയതാണെന്ന് ഞാനങ്ങ് മറക്കുന്നു. ചില സമയത്ത് വീട്ടിൽ പറയത്തില്ല, എൻ്റെ സ്വഭാവം എടുപ്പിക്കരുത്. അതെന്നതാ എൻ്റെ സ്വഭാവം എടുപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നീ കാണാത്തൊരു സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ടെന്ന്. നമ്മുടെ ഉള്ളിലെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻ, ആത്മീയമായിട്ടുള്ള ഒരച്ചടക്കം ഇല്ലെങ്കിൽ താളം തെറ്റിപ്പോവും. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഇന്ന ദിവസം ആഗ്രഹിക്കുന്നത് ഈ 2026 ഈ വർഷത്തിൽ എനിക്കൊരു ആത്മീയമായ ഒരു അച്ചടക്കം വേണം. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ, ദിവ്യബലിയിൽ പങ്കെടുത്ത് ദൈവിക ശക്തി വെളിപ്പെടുത്തി സ്വീകരിക്കുവാൻ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, അതോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥം വചനം വായിച്ച് പ്രാർത്ഥിക്കാൻ, അങ്ങനെ ആത്മീയമായി ഏതെല്ലാം തരത്തിൽ പങ്കെടുക്കാമോ ആ മേഖലകളിലൊക്കെ പങ്കെടുത്ത് വളരാനുള്ള വലിയൊരു തീരുമാനം നമുക്കുണ്ടായിരിക്കട്ടെ. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ 2026 ശ്രദ്ധിച്ച് കുടുംബം ഒരുമിച്ച് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കണം. വീട്ടിൽ നിന്ന് ചേട്ടാ, വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കണം. എന്തിനാണെന്നറിയോ? ആ വീട്ടുകാർക്കൊരു സമാധാനം കിട്ടട്ടെ എന്ന് മാത്രമല്ലെന്ന്, നിങ്ങളൊന്ന് മാറി നിന്നേ. എന്തൊരു വലിയ സന്തോഷമെന്നറിയോ വീട്ടുകാർക്കും നിങ്ങൾക്കും. ആദ്യം ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ചിലരുടെ ചിന്ത, അയ്യോ അച്ഛാ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ വീട് തലയും കുത്തി കിടക്കും. എന്ത് തലയും കുത്തി കിടക്കും? അയ്യോ അച്ഛാ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ അവസ്ഥ എന്തവസ്ഥ? ഒന്നും സംഭവിക്കാനില്ല, നിങ്ങളൊന്ന് മാറി നിൽക്കൂ. ചിലരുടെ ചിന്ത, അച്ഛാ ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ആരും എഴുന്നേക്കത്തില്ല, അവരെഴുന്നേക്കണ്ട, അവിടെ കിടക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു തീരുമാനമെടുക്കണം. ഇത് ഒരു വ്യക്തിയും എടുക്കേണ്ട തീരുമാനം. ഒരു ധ്യാനത്തിലൊക്കെ പങ്കെടുക്കണം, താമസിച്ചുള്ള ധ്യാനം, വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒരു ആന്തരിക സൗഖ്യ ധ്യാനം, വിശുദ്ധീകരണ ധ്യാനം പങ്കെടുത്ത് കുടുംബത്തിൽ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം. കയ്യിൽ മൊബൈലൊക്കെ ഉണ്ടല്ലോ പലരുടെയും കയ്യിൽ. മൊബൈൽ എടുക്കാനല്ല, ഈ മൊബൈൽ ഫോണിൽ വരുമല്ലോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം. അത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? അത് പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉപയോഗിക്കാൻ കൊള്ളാണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതെല്ലാ അർത്ഥത്തിലും, പ്രത്യേകിച്ച് ന്യൂജൻ പിള്ളേരാ നമ്മുടെയൊക്കെ മക്കളെ. അത് നിങ്ങൾ പറയണ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? അവര് മൊത്തം വൈബ്. അവർ പറയണ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പരിശുദ്ധാത്മാനെ കൂട്ടിന് പിടിച്ചോണം. ഏതായാലും അവരോട് യുദ്ധം ചെയ്യാൻ ശേഷിയൊന്നുമില്ല. ഇത്രയും പ്രായമായി, ഇനിയൊന്നും നടക്കും തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത തലമുറകളോടൊക്കെ നമുക്കൊന്ന് ചേർന്ന് പോകണമെങ്കിൽ നമുക്ക് വേണ്ടത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. സ്വർഗത്തിന്റെ ശക്തി, ഈ ഡുനാമിസ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ശക്തമായ കൃപയാണ് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചൊരിയാൻ പോകുന്നത്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ച പോരാ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, സ്വർഗത്തിന്റെ തീയാണ്, തീ കത്തുന്ന അഭിഷേകം നമ്മളിൽ സംഭവിക്കണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം, നീ ആയിരിക്കുന്നിടത്ത് ഇന്നേ ദിവസം സ്വർഗത്തിന്റെ ശക്തി, ഡുനാമിസ്, ഓ ദൈവമേ ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു അഭിഷേകം ഇന്നേ ദിവസം ഈ പരിശുദ്ധ അൽത്താരിൽ നിന്ന് എൻ്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന അഭിഷേകം, എലിസബത്തിന്റെ മേൽ കടന്നു വന്ന അഭിഷേകം, സ്നാപക യോഹന്നാന്റെ മേൽ കടന്നു വന്ന അഭിഷേകം, അപ്പസ്തോലന്മാരുടെ മേൽ കടന്നു വന്ന അഭിഷേകം ഈ കാലഘട്ടത്തിൽ എൻ്റെ മേലും അഭിഷേകമായിട്ട് മാറട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓ സ്വർഗത്തിന്റെ തീയേ, ഓ സ്വർഗത്തിന്റെ തീയേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആഗ്രഹിക്കട്ടെ. ഓ എൻ്റെ ദൈവം തീയാണ്, മഹത്വത്തിന്റെ തീയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഓരോ വ്യക്തിയും സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് ഓ എൻ്റെ ദൈവം തീയായ അഭിഷേകം, the real fire, ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ. കൈയടിച്ചേ, കൈകൾ ഉയർത്തി കൈയടിച്ചേ. മഹത്വത്തിൻ തീയാണ്,
പോരാ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. പഠിക്കേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ. ഓ കർത്താവേ, എന്റെ മേൽ സംഭവിക്കട്ടെ. മഹത്വത്തിൻ തീയാണേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആഗ്രഹിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ശക്തമായ അഭിഷേകം വെളിപ്പെടട്ടെ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം ഓരോ വ്യക്തികളിലേക്കും ചൊരിയപ്പെടട്ടെ. എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. പൈശാചിക പീഡകൾ അഴിയപ്പെടട്ടെ. തെറ്റായ ചിന്തകൾ എടുത്തു മാറ്റപ്പെടട്ടെ. എതിർ ചിന്തകൾ എടുത്തു മാറ്റട്ടെ. ദൈവിക ശക്തി കടന്നു വരട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, ദാഹത്തോടെ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നു. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, പുതിയ അഭിഷേകം ദൈവമക്കളിലേക്ക് വെളിപ്പെടുന്ന സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.